ആ നീ ഉറങ്ങിയില്ലേ? ഈ അച്ചാറും കടുമാങ്ങി ഒന്നും എടുത്തു വെച്ചില്ലേ നീയെ? അമ്മമ്മ, ഈ ആത്മാവ് എന്നൊക്കെ പറയുന്നത് സത്യമാണോ? നമുക്കതിനെ കാണാൻ പറ്റുമോ? നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന്? ചോദിച്ചതിന് ഉത്തരം പറ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വല്ല ആത്മാവ് എടുത്തു വന്നോ? മോക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ക്രിയേറ്ററെ നീ കണ്ടിട്ടില്ലല്ലോ, എന്നിട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? അതുപോലെയാ ആത്മാവ്. ഒരു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നത് ശരീരത്തിൽ ആത്മാവ് കയറുമ്പോഴാണ്. മരിക്കാനുള്ള സമയം ആ നിമിഷം തീരുമാനിക്കപ്പെടുന്ന പറയാം. ശരീരത്തിനും ആത്മാവിനും ഒരേ ആയുസ്. അപ്പോൾ ഈ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ശരീരം വളരുന്നതിനോടൊപ്പം ആത്മാവും വളരും. ആയുസ് എത്താതെ ശരീരമില്ലാതായ ആത്മാവ് ഒറ്റയ്ക്കാവും. ഒറ്റയ്ക്കാവുന്ന ആത്മാക്കൾ സമയമാകുന്നത് വരെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എൻ്റെ കുട്ടിയുടെ ആത്മാവും ഇവിടെ ഉണ്ടാവും. എന്താ അവിടെ തുറക്കണ്ട, വിട്, അങ്ങനെ മാറി നിൽക്കും, നോക്കട്ടെ. അവിടെ ഒന്നും ആരുമില്ല. നിനക്ക് വട്ടാട്ടോ, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാം ബോളുമായിട്ട്. ഉറക്കം പോയി, ഇന്നത്തെ ദിവസവും പോയി. ആദ്യം അന്ന് മോർച്ചറിയിൽ, പിന്നെ ഇന്ന് വെളുപ്പിന് റൂമിലേക്ക് വരുന്ന വഴി. പക്ഷെ എനിക്കല്ലാതെ ഇത് വേറെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. എന്നെ ആരും ഫോളോ ചെയ്യുന്ന പോലെ. ഈസ് ഇറ്റ് എ സ്പിരിറ്റ് ഓർ സംതിങ് എൽസ്? ഐ ഡോണ്ട് നോ. കെൻ യു പ്ലീസ് ഹെൽപ്പ് മീ? സ്പിരിറ്റ് ആവാം, ആവാതിരിക്കാം. ലുക്ക് കീർത്തി, ആത്മാവിനെ കാണുക, കേൾക്കുക, അറിയുക, ഇതൊന്നും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. കീർത്തിക്ക് അതിന് സാധിക്കുന്നുവെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. ഞാനന്ന് ക്യാമ്പസിൽ വന്നപ്പോൾ പറഞ്ഞു,
ചേർച്ചയുള്ള മനസ്സുകളോടാണ് ആത്മാക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കീർത്തിയുടെ സംശയം ശരിയാണെങ്കിൽ, കീർത്തിയെ ഫോളോ ചെയ്യുന്നത് ഒരു സ്പിരിറ്റ്, ഒരാത്മാവാണ് എങ്കിൽ ആ ആത്മാവിന് കീർത്തിയോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും. റൈറ്റ്? റൈറ്റ്. ഇനി കീർത്തിയോട് ആ ആത്മാവിന് എന്തെങ്കിലും പകയോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആത്മാവ് കീർത്തിയെ എപ്പോഴേ അറ്റാക്ക് ചെയ്തേനെ. ചെയ്തില്ലല്ലോ? ചെയ്തില്ല. വെയിറ്റ്. നെക്സ്റ്റ് ടൈം പേടിക്കാതെ ജസ്റ്റ് ഫേസ് ഇറ്റ്. ആരാ എന്തിനാ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. മരിച്ചുപോയവര് ജീവിച്ചിരിക്കുന്നവരെക്കാൾ വിശ്വസിക്കാം. ധൈര്യമായിട്ടിരിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പേടിക്കണ്ട. കഴിഞ്ഞ നിന്റെ സൂക്കേട്? സൂക്കേട് നിന്റെ പോയി കുളിക്കടി. നാറിയിട്ട് വയ്യ. സമയമില്ല, കുടിക്കാൻ വേണം മനുഷ്യന്. ഇപ്പൊ കറണ്ട് പോയില്ലേ? കറണ്ട് പോവേ? ഇല്ല,
ഇവക്ക് ഇത് എന്ത് പറ്റി? ഞാൻ റൂം മാറാൻ പോവാ. ഇവിടെ നിന്ന് എനിക്കും കൂടി വട്ടതേ ഉള്ളൂ. Obturator foramen, triangle shape, and that is greater sciatic notch. ഇത് രണ്ടും സ്ത്രീകളിൽ മാത്രമാണ് കാണുന്നത്, which confirms കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണ്. നടക്കുന്നതിന് കുറച്ച് ദിവസം മുൻപാണ് ഞാൻ സാറെ പരിചയപ്പെടുന്നത്. സാറ വാസ് റിയലി സ്പെഷ്യൽ. കോളേജിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. പരിചയപ്പെട്ട ഉടനെ തന്നെ നമ്മുടെ അടുത്ത ആരാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഞങ്ങൾ ഹോസ്റ്റലിലുള്ള ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ സാറ്റർഡേ ആയ പേടിയാണ്. രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കയറി വരിക, ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകാൻ. ഈ സാധാരണ റാഗിങ് പോലെ ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പാടിക്കുക, അതൊന്നും ആയിരുന്നില്ല അവരുടെ പരിപാടി. പേടിപ്പിക്കുക. അവർ വരുന്നുണ്ടെന്നറിയുമ്പോൾ സാധാരണ മുറി കയറി വാതിലടച്ചിരിക്കാറാണ് പതിവ്. പക്ഷേ അന്ന് ഞാൻ അവരുടെ കൈപ്പെട്ടു. അളിയ ദാസൻ ചെക്കന് കാര്യം പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ അരവിന്ദേ, നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നറിയോ? എങ്ങോട്ടാ? ഓൾഡ് മോർച്ചറി. ആ, ഓൾഡ് മോർച്ചറി. പണ്ടി ആർക്കും വേണ്ടാത്ത ശവങ്ങളെ കൊണ്ട് തള്ളിയിരുന്ന സ്ഥലമാണ് അവിടെ. ആത്മഹത്യ ചെയ്തവര്, കൊലയപ്പെട്ടവര്, അങ്ങനെ പലരും. ഒരിക്കൽ നിന്നെപ്പോലെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് രാത്രി ആ വഴി പോയപ്പോൾ മോർച്ചറിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആരാന്നറിയാൻ വേണ്ടി ആ ചെറുക്കൻ അങ്ങോട്ട് ഓടിക്കേറിയപ്പോൾ ആരെയും കണ്ടില്ല. തിരിച്ചിറങ്ങാൻ വേണ്ടി മോർച്ചറിയുടെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാനും പറ്റിയില്ല. അടുത്ത ദിവസം വാച്ച്മാൻ അങ്ങോട്ട് വന്നപ്പോൾ കണ്ടതെന്തുവാ? അവിടെ അങ്ങനെ കിടക്കുക. ഭാഗ്യം കൊണ്ട് ചത്തില്ല. പക്ഷെ പിന്നീട് ആരും അങ്ങോട്ട് പോവാതായി, പ്രത്യേകിച്ച് രാത്രിയിൽ. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് പ്ലേസ്. ഇങ്ങോട്ട് വരാം. വാ, നടക്ക്. എല്ലാം പറഞ്ഞോ? മോർച്ചറിയുടെ അകത്ത് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേ, ഇതുപോലൊരു ബോള് മോർച്ചറിക്കകത്ത് എവിടെയോ ഉണ്ട്. അനിയൻ മോർച്ചറിക്കകത്ത് പോവുക, കണ്ടുപിടിക്കുക, കൊണ്ടുതരിക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെ പേടിക്കാതെടാ. ഒരു ഡോക്ടർ ആകുമ്പോൾ വേണ്ടത് നല്ല ധൈര്യമൊക്കെ അല്ലേ? എന്നാലല്ലേ കൈവിറയ്ക്കാതെ കത്തി പിടിക്കാൻ പറ്റൂ.
എന്നാ ഇനി സമയം കളയണ്ട വിട്ടോ. ആ പോക്കോ. ഡാ എല്ലാം പറഞ്ഞോ? മോർച്ചറിയുടെ അകത്ത് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേ ഇതുപോലൊരു ബോള് മോർച്ചറിക്കകത്ത് എവിടെയോ ഉണ്ട്. അനിയൻ മോർച്ചറിക്കകത്ത് പോവുക, കണ്ടുപിടിക്കുക, കൊണ്ടുതരിക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെ പേടിക്കാതെടാ. ഒരു ഡോക്ടർ ആകുമ്പോ വേണ്ടത് നല്ല ധൈര്യമൊക്കെ അല്ലേ? എന്നാലല്ലേ കൈവിറക്കാതെ കത്തി പിടിക്കാൻ പറ്റൂ. എന്നാ ഇനി സമയം കളയണ്ട വിട്ടോ. ആ പോക്കോ. പേടിക്കണ്ടാ, ഞങ്ങളിവിടെ ഉണ്ട്, ധൈര്യമായിട്ട് തപ്പിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട ഷാനു, നിന്നോടൊക്കെ പല തവണയായി ഞാൻ പറയുന്നു, പിള്ളേരെ പേടിപ്പിക്കുന്ന ഈ കളി കളിക്കരുതെന്ന്. അനുസരിക്കരുത്. ഇല്ല സാർ. എന്താന്ന്? അനുസരിക്കില്ല സാർ. ക്ഷണിക്കണ്ട, ഇത് തമാശയല്ല. ഐ എം ഡാം സീരിയസ്. മനസ്സിലായോ? ഇന്നലെ മോർച്ചറിയിൽ കിഴങ്ങൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സമാധാനം പറയേണ്ടത് ഞാനാ. നിങ്ങളാരും വെറും MBBS സ്റ്റുഡൻസ് അല്ല. യു ആർ ഓൾ ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി എങ്കിലും കാണിക്കും. ഇതാ വേലപ്പാ സർ, ഇനി എങ്ങാനും ഓമാരുടെ കള്ളും വാങ്ങി കുടിച്ച് ഇമാതിരി പോക്കരത്തരത്തിന് കൂട്ടുനിന്ന പെൻഷൻ പോലും കിട്ടാതാക്കി വീട്ടിൽ ഇരുത്തും ഞാൻ. എല്ലി കെൽസ കുതിരേനു ശരിയാ പറഞ്ഞില്ലേ? അയ്യോ പോറ്റി സാറ്. സാർ 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 ഈ വേലപ്പെണ്ണ കുറ്റക്കാരനാണെങ്കിൽ സാറും കുറ്റക്കാരനാണ്. സാറ് പറഞ്ഞില്ലേ ഈ പോക്കരത്തരൊന്നും? അതിന്റെ ഐഡിയ ആദ്യം പറഞ്ഞെന്ന് ആരാ? ആരാ? സാറാ. എപ്പോ? എങ്ങനെ? സാറ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സാർ കോളേജ് പഠിക്കുന്ന കാലത്ത് സീനിയർ സാറിനെ മോർച്ചറിക്കകത്ത് പൂട്ടിയിട്ടതും മോർച്ചറി ക്ലീൻ ചെയ്യിപ്പിച്ചതൊക്കെ. അതെ, കഴിഞ്ഞ ദിവസം ചാനൽ ഇന്റർവ്യൂലും കൂടെ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? അത് ബന്ധമുണ്ടല്ലോ. ഡോക്ടേഴ്സ് ആവുമ്പോ നല്ല ധൈര്യം കാണിക്കണമെന്ന് സാറ് തന്നെയല്ലേ പറയാറ്? ആ അന്ന് സാറിന്റെ സീനിയർ സാറിന് ധൈര്യം വരാൻ വേണ്ടി സാറിനോട് ചെയ്തത് കാലത്തിനനുസരിച്ച് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി ഞങ്ങൾ ഈ കിഴങ്ങനോട് ചെയ്തു. എന്റെ പൊന്നു മക്കളെ, അന്നത്തെ പോലെയല്ല ഇന്ന്. കാലം മാറി, നിയമം മാറി. നാളെ ഈ കിഴങ്ങൻ പോയി പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്താ നീയൊക്കെ തെണ്ടി കുത്തുവാള എടുക്കും. എന്റെ ജോലിയും പോകും. അതിന് ഈ കിഴങ്ങൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് വേണ്ടേ? ഉണ്ടോടാ കംപ്ലൈന്റ്? ഉണ്ടോടാ കംപ്ലൈന്റ്? ഉണ്ടോടാ ചോദിച്ച കേട്ടില്ലേ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പറയണം. ഉണ്ടോന്ന്? നോ സർ. ഉറപ്പല്ലേ? യെസ് സർ. അപ്പൊ പ്രോബ്ലം സോൾവ് ആയ സ്ഥിതിക്ക് ഞങ്ങൾ പൊക്കോട്ടെ പോറ്റി സാർ? ആ പൊക്കോ പൊക്കോ. താങ്ക് യു. ആ ബെസ്റ്റ്. അപ്പൊ നീ ഒന്നും കേട്ടില്ല? പിന്നെ വേറെ പണിയില്ലല്ലോ. നീ കേട്ടില്ലേ? ഈ സ്കൂളടക്കം 52 ഓർഗാനിക് ക്യാൻറ്റീനുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. കുട്ടികൾ നല്ല ഭക്ഷണം കഴിക്കട്ടോ. നിൽക്കണം സാർ. നമസ്കാരം സാർ. നമസ്കാരം. സ്ഥലം മാറ്റിയ ഡോക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സിനെ നിയമിക്കാം. കോളേജ് മാനേജ്മെന്റിനോട് പറയാൻ തുടങ്ങിയിട്ട് 2 മാസമായി. അവര് പറയുന്നത് സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണെന്ന്. ഈ ആവശ്യം പറഞ്ഞൊരു നിവേദനം സാറിന് അയച്ചിട്ടുണ്ട്. നിവേദനം അയച്ച് ഇന്നേക്ക് 18 ദിവസമായി. ഇതുവരെ ഒരു റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല. അത് കണ്ടിട്ടുണ്ടാവോ? അതെങ്ങനെയാ? ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടണ്ടേ? മന്ത്രി കണ്ടിട്ടില്ലായിരിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് സാർ ഒഴുകിയെത്തുന്നത്. അതവിടെ സൗജന്യ ചികിത്സ കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. പുതിയ മെഡിക്കൽ കോളേജിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിന് സ്ഥലം മാറ്റുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ മെഡിക്കൽ കോളേജ് രോഗികൾ നോക്കുന്നത് ലീസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള PG ഡോക്ടേഴ്സും ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹൗസ് സർജൻസും മറ്റ് വിദ്യാർത്ഥികളുമാണ് സാർ. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുന്നതിൽ ആരോഗ്യമന്ത്രി കാണിക്കുന്ന ശുഷ്കാന്തി കോളേജിൽ ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതിലും കാണിക്കണം സർ. ഇല്ലെങ്കിൽ വി വിൽ ഗോ ഓൺ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ഇല്ലാതാവും. പിന്നെ സമരം ചെയ്യാൻ പോകുന്നത് സാറിനെ ജയിപ്പിച്ച ജനങ്ങളായിരിക്കും. ഇലക്ഷൻ എടുത്തു വരുന്ന സമയം സാറേ, കാര്യങ്ങൾ വേഗം ഒത്തീർപ്പാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. സർക്കാർ കാര്യങ്ങളല്ലേ,
എല്ലാം ഒരു സിസ്റ്റം വഴിയേ പോകൂ. നിങ്ങളുടെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് സാർ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജോലിയും ആരോഗ്യ സാഹചര്യങ്ങളും നോക്കി ജനങ്ങൾ മടുത്തു വെറുത്ത് രാജ്യം വിട്ടു പോകുന്നത്. ക്ഷമേ സർ, സമയമായി. സ്കൂളിലെ ക്യാൻറ്റീൻ ഉദ്ഘാടനം കഴിഞ്ഞുവെന്ന ആരോഗ്യമന്ത്രിയെ തടഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ചുരുളഴിയുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി സാറ ഈപ്പനാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. മാനവ സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വീപ്പയ്ക്കുള്ളിൽ കോൺക്രീറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു അവശിഷ്ടങ്ങൾ. അതിൽ നിന്ന് കിട്ടിയ ടേബിൾ ടെന്നീസ് ബോളിന്റെ ഫിംഗർ പ്രിന്റിലാണ് കൊല്ലപ്പെട്ടത് സാറ തന്നെയാണെന്ന് ഫോറൻസിക് ടീം സ്ഥിരീകരിച്ചത്. കൊല്ലപ്പെട്ടത് 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണെന്നും ഫോറൻസിക് സർജൻ ഡോക്ടർ നാരായണാചാര്യ മൂർത്തി വ്യക്തമാക്കി. 2018 മാർച്ച് 24 അർദ്ധരാത്രിയാണ് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായ സാറ ഈപ്പനെ കാണാതാവുന്നത്. ഈ നരഹത്യ നടന്നത് LDP സർക്കാരിന്റെ കാലത്താണ് എന്ന് ആഭ്യന്തരമന്ത്രി ശശീന്ദ്രൻ മുല്ലയ്ക്കൽ ചൂണ്ടിക്കാട്ടി. ക്രിയാത്മകവും കാര്യക്ഷമവുമായ ആഭ്യന്തര വകുപ്പിന്റെ വിജയമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന് പിന്നിൽ ആര്? ഈ കൊല ചെയ്തത് എന്തിന്? ഇന്നലെ മമ്മ വിളിച്ചപ്പോൾ സാറേ തിരക്കി കേട്ടോ. നമ്മൾ ഒരേ നാട്ടുകാരാണ്, 2 പേരും RC, വി ആർ ഡോക്ടേഴ്സ്. സാറൊക്കെ ഓക്കെ ആണെങ്കിൽ ഐ എം ഓൾറെഡി കമ്മിറ്റഡ്.